അങ്ങനെ അടുത്ത വിഷുവും വന്നു. പഴയ പോലൊന്നുമല്ല, കണിക്കൊന്ന കിട്ടാൻ ഭയങ്കര പാടാന്നേ. പൈസ കൊടുത്താൽ കിട്ടുമായിരിക്കും, പക്ഷേ പറിച്ച് കണി കാണുന്ന പോലെ ഒരു സുഖം എത്ര പൈസ കൊടുത്താലും കിട്ടത്തില്ല. ഇനി കിട്ടിയാലോ 10-20 അടി പൊക്കത്തില്. ഇവരൊക്കെ എന്റെ സ്വന്തം കസിൻസ് ആണ് കേട്ടോ. എല്ലാവർക്കും ഒറ്റ മൈൻഡ്, കണിക്കൊന്ന കിട്ടണം. എന്തൊക്കെയായാലും ഇത്രയും കിട്ടി, ഭാഗ്യം. ഇനി എത്ര വലുതായി എന്ന് പറഞ്ഞാലും അസേ മലയാളി എന്ന രീതിയിൽ വിഷു ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ എന്താ ആഘോഷിക്കണ്ടേ? വിഷു ഒരുക്കാനുള്ള മിക്ക പച്ചക്കറികളും ഞങ്ങളുടെ അയത്തുനിന്ന് എടുത്തേ. കൃഷ്ണനില്ലാതെ എന്ത് വിഷു? ആശാനെ ഒന്ന് കുളിപ്പിച്ചു കേട്ടോ. നാളത്തെ മെയിൻ താരം പുള്ളിയാണ്. ഐതിഹ്യമനുസരിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസമാണ് വിഷുവായി നമ്മൾ ആചരിക്കുന്നത്. അതിലുപരി കേരളത്തിന്റെ കാർഷികോത്സവമാണ് വിഷു. നമ്മളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം കേട്ടോ. ഭയങ്കര അനുഗ്രഹം നിറഞ്ഞ ഒരു കണിയായിരുന്നു. ഐശ്വര്യവും സമൃദ്ധിയൊക്കെയാണ് ഇതിന്റെ ഫലം. ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ് കേട്ടോ നമുക്കുണ്ടാകുന്നത്. സദ്യയില്ലാതെ എന്ത് വിഷു? തോരനും സാമ്പാറും അവിയലും പായസവും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.